നല്ലത് നല്ലതെന്ന് തന്നെ പറയണം. ഒരിക്കലും നല്ലതിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കുറ്റം പറയത്തക്കതാണെങ്കിൽ അങ്ങനെ പറയാവൂ. അല്ലാതെ നല്ല സിനിമ ഒരിക്കലും അങ്ങനെ പറയരുത്. അല്ലെങ്കിലും കുട്ടികളെ സംരംഭങ്ങൾ എപ്പോഴും വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. വളരെ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. എനിക്ക് കൂടുതൽ എന്നെ കൊണ്ടിട്ട് പറയുന്നത് കൊള്ളായിരുന്നു. പക്ഷെ കുറച്ച് നീളം കൂടിയും തോന്നി. ഓവറോൾ കണ്ടിരിക്കാൻ ഫീൽ ഗുഡ് മൂവിയാണ്. അതെ, എനിക്കും അത് തന്നെ പറയാനുള്ളത്. നല്ല സിനിമയായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊന്ന് ലെങ്ത് കൂടിയോ എന്നുള്ളൊരിത്, അതൊഴിച്ചാൽ നല്ല സിനിമയാണ്. അടിപൊളി പടം. ലൈക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ചൊക്കെ ലൈക്ക് ഇമോഷണൽ ഒക്കെ തോന്നി. ബട്ട് അറ്റ് ദ എൻഡിങ് ലൈക്ക് രോമ ലെവൽ ഒരു ലൈക്ക് നമ്മൾ ആ ഇതൊക്കെ അങ്ങ് വെളി വരുന്ന ലെവലില്ല. കൊള്ളായിരുന്നു. പടം അടിപൊളിയാണ്. മസ്റ്റ് വാച്ച ഉറപ്പാണ്. പൊളിയാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. പടം മൊത്തത്തിൽ കൊള്ളാം. ചെറിയ അയാൾ എവിടെയും പോയിട്ടില്ലല്ലോ. നന്നായിരുന്നു. നിവിൻ പോളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വർഷങ്ങൾ ശേഷം ത്രില്ലറോ? അല്ല, അത് നല്ല സിനിമയാണ്. ക്ലാസ് പുള്ളിയുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു ടൈപ്പ് ഓഫ് പടമാണ്. അത് ബുദ്ധിമുട്ട് ഇവിടെ ഫുൾ കുഴിച്ചിട്ടേക്കുന്ന ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ആണ്. മൊത്തത്തിൽ നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. അടിപൊളി പടം. സൂപ്പറായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. വൻ കോമഡി ആയിരുന്നു. സെറ്റ് പടം. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. അത്യാവശ്യം നല്ല പടം. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവിയാ. അത്യാവശ്യം ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആവേശം ഞാൻ കണ്ടില്ല, അപ്പോഴറിയാൻ പറ്റത്തില്ല. കൊള്ളാം, നല്ല സിനിമ. എക്സ്പെക്ട് ചെയ്തതിന് കൊള്ളാം. അടിപൊളി. അതെ, വേറെ ഒന്നുമില്ല. എല്ലാവരും ആക്ടിങ് സൂപ്പറാ. നിവിൻ പോളി പ്രത്യേകിച്ച് പറയണം. നിവിൻ പോളി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഒരു കമ്പാക്ക് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ആക്ച്വലി നിവിൻ പോളിയുടെ ആ പഴയ ഹ്യൂമറൊക്കെ ഒന്ന് തിരിച്ചു വന്ന് കുറെ മൂവിക്ക് ശേഷം എന്താ പറയാ, ആ പഴയ നിവിൻ പോളി നമുക്ക് ആ മൂവിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ അടിപൊളി. നിവിൻ പോളിയുടെ പെർഫോമൻസ് വാസ് അവസം. ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല. സെറ്റായിരുന്നു. അവരുടെ അഭിനയം തന്നെ സൂപ്പർ ആയിരുന്നു. ഡയറക്ഷൻ ആയിരുന്നു. നല്ല അഭിനയമാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല രസമുണ്ടായിരുന്നു. ചേട്ടൻ കണ്ടോ? അടിപൊളി പടമാണ്. ഫീൽ ഗുഡ് ആണ്. പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ നല്ല നല്ല സിനിമ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂവി ആസ് ഇറ്റ് വാസ് എ റിയലി നൈസ് മൂവി. നമ്മൾ കുറേ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഒരു എന്താ പറയുക, സ്റ്റോറിയാണ്, കഥയാണെന്നും വില്ലൻ അല്ലെങ്കിൽ കഥയാണെന്നും നായകൻ എന്ന് പറയുന്ന ഒരു അത് ഒന്നും കൂടെ ഒന്ന് പ്രൂവ് ചെയ്തു. ശരിക്കും പറഞ്ഞാല് ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ മൂവി ലവേഴ്സിന്റെ മക്കൾ അല്ലെങ്കിൽ മൂവി ആർട്ടിസ്റ്റിന്റെ മക്കൾ തന്നെ വന്ന് ഇത്തരം ഒരു മൂവി ചെയ്യുന്നതിനകത്ത് ഒരു ഭയങ്കര ഫീൽ ഗുഡ്. ചില ഒത്തിരി എന്താ ധ്യാൻ ശ്രീനിവാസനായാലും എല്ലാവരും ഓരോരുത്തരും ഒരു കംബാക്ക് എന്നാണോ പറയേണ്ടത്, ഓർ ദേ ആർ ഒരു സ്റ്റോറി തന്നെയാണ് ഒരു നായകൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേക്കപ്പ് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ധ്യാൻ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഈ യങ് ആയിട്ടുള്ള ഒരാൾ ഒരു 65-70 ഏജ് കാറ്റഗറി പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അറിയുന്ന ആളും കൂടെയാണ്. അറിയാത്ത ആളാണ് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ റോണക് ചേട്ടൻ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് സിനിമ. ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. ഗംഭീര പടമാണ്. പിന്നെ അടിപൊളി. എല്ലാ ഫാമിലീസിനും കണ്ട് എന്റർടൈൻമെന്റിന് പറ്റിയ ഒരു സിനിമയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. യൂത്തിന് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ നല്ല സൂപ്പർ സിനിമയാണ്. എല്ലാ യൂത്തും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ആവേശം എന്ന് വെച്ചാൽ നമുക്കൊരു അടിയിടി പടത്തിനെക്കാളും കുറച്ചും കൂടെ ഫാമിലീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്.